ഉണ്ടാവും, അവരവർക്ക് അഭിപ്രായം ഉണ്ടാവില്ലേ? ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് പാർട്ടി നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? ആ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിക്കൂടെ? അതൊരു ജനാധിപത്യ പാർട്ടീൻ്റെ ക്വാളിറ്റിയല്ലേ? അങ്ങനെ വിമർശനം ഇല്ലെങ്കിലല്ലേ പാർട്ടി ജനാധിപത്യ പാർട്ടി അല്ല എന്ന് പറയേണ്ടത്? ഇപ്പം കണ്ട സതീശനെ കൂട്ടിക്കൊണ്ട് ഞാൻ ചായ വാങ്ങിക്കൊടുക്കും, ഒരു പ്രശ്നമില്ല. യോഗങ്ങളിലെ വിവരങ്ങൾ പുറത്തുവിട്ടത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ അഭിപ്രായങ്ങളാണ്. അതിനകത്ത് എത്ര വസ്തുതയുണ്ട്, വസ്തുത പരിശോധിക്കേണ്ടതാണ്. കേരളത്തിലെ കോൺഗ്രസ് വീണ്ടും വാർത്തയായിരിക്കുന്നു. വയനാട് യോഗ തീരുമാനം മിഷൻ 2025 നടപ്പാക്കാൻ പ്രതിപക്ഷ നേതാവ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഈ ഗ്രൂപ്പിൽ KPCC പ്രസിഡന്റ് ഇല്ല. ഈ ഗ്രൂപ്പിലൂടെ പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റിന്റെ സർക്കുലറിന്റെ ഉള്ളടക്കം തിരുത്തി പ്രസിദ്ധീകരിക്കുന്നു. ജില്ലാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരെ മറികടന്ന് കൂടുതൽ നേതാക്കൾക്ക് ചുമതല നൽകുന്നു. ഏതാനും KPCC ഭാരവാഹികൾ ഇതിനെതിരെ പ്രസിഡന്റിനോട് പരാതി പറയുന്നു. ദില്ലിയിലുള്ള KPCC പ്രസിഡന്റ് രാത്രി അടിയന്തരമായി KPCC ഭാരവാഹികളുടെ ഓൺലൈൻ യോഗം വിളിക്കുന്നു. ഈ യോഗം പ്രതിപക്ഷ നേതാവ് അറിയുന്നേയില്ല. പ്രതിപക്ഷ നേതാവ് സംഘടനാ കാര്യങ്ങളിൽ കൈകടത്തുകയാണ് എന്ന് തുടങ്ങിയ ഗുരുതരമായ വിമർശനങ്ങൾ യോഗത്തിൽ ഉയരുന്നു. ഇന്ന് പത്രപ്രവർത്തകരെ കണ്ട K. സുധാകരൻ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കും വിധം സംസാരിക്കുന്നു. KPCCയുടെ അധികാരത്തിൽ കൈകടത്തിയാൽ അത് നിയന്ത്രിക്കാൻ തനിക്കറിയാം എന്ന് പരസ്യമായി പറയുന്നു. പിന്നാലെ യോഗത്തിലെ വിമർശനങ്ങൾ വാർത്തയാക്കേണ്ടതില്ല എന്ന് പരാമർശിച്ചുകൊണ്ട് VD സതീശനും വാർത്തകൾ ശരിവെക്കുന്നു. ഒപ്പം ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന മിഷൻ 25 യോഗത്തിൽ നിന്ന് ഉദ്ഘാടകനായിരുന്ന സതീശൻ വിട്ടുനിൽക്കുന്നു. അപ്പുറത്ത് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ ചോർത്തുന്നത് അന്വേഷിക്കണം എന്ന് K. മുരളീധരൻ പത്രക്കാർക്ക് മുന്നിൽ പരസ്യമായി ആവശ്യപ്പെടുന്നു. വയനാട് യോഗത്തിലെ വാർത്തകൾ VD സതീശൻ ചോർത്തി എന്ന ആരോപണം നിലനിൽക്കെ വാർത്ത ചോർത്തുന്നവർ ഉറ്റുകാരാണ് എന്ന കടുത്ത പരാമർശവും മുരളീധരൻ നടത്തുന്നു. സമാന്തരമായി കോൺഗ്രസിൽ K. മുരളീധരൻ കരയിൽ പിടിച്ചിട്ട മീൻ പോലെ പിടയ്ക്കുകയാണ് എന്ന പരാമർശവുമായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് വരുന്നു. BJPയിൽ ചേരാതെ മുരളീധരൻ നിയമസഭയിൽ കാലുകുത്തില്ല എന്ന ഭീഷണിയും സുരേന്ദ്രൻ മുഴക്കുന്നു. ഈ വിഷയത്തിൽ ഈ വാർത്തകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് ചർച്ച നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കുന്നവർ രാജു P. നായർ കോൺഗ്രസ് നേതാവ്, KP. അനിൽകുമാർ CPIM, രാജു P. നായർ കോൺഗ്രസ്, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകനായ A. സജീവൻ. രാജു P. നായർ, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇതാ ഇന്നത്തെ പത്രങ്ങളിൽ നിറയെ വാർത്തകളാണ്. അത് കോൺഗ്രസ് വിരുദ്ധ പത്രങ്ങളിലോ UDF വിരുദ്ധ പത്രങ്ങളിലോ അല്ല. UDF അനുകൂലമെന്നും കോൺഗ്രസ് അനുകൂലമെന്നും പരക്കെ വിശ്വസിക്കുന്ന പത്രങ്ങളിൽ വരെ, മാധ്യമങ്ങളിൽ വരെ ആ വാർത്തകൾ വന്നിരിക്കുകയാണ്. ആ വാർത്തകളൊക്കെ താങ്കളും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ വാർത്തകളുടെ തലക്കെട്ടുകൾ പോലും കോൺഗ്രസ്സിന് മറുപടി പറയേണ്ട വിധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. ഞാനിപ്പോൾ ആ വാർത്തകളൊക്കെ സമാഹരിച്ച് പറഞ്ഞു. ഈ വാർത്തകളൊക്കെ ശരിയാണോ? ഈ വാർത്തകൾ ശരിയാണെങ്കിൽ കോൺഗ്രസ് അതിനെ എങ്ങനെയാണ്, തെറ്റാണെങ്കിലും എങ്ങനെയാണ് നേരിടുന്നത്? അല്ല, കോൺഗ്രസ് അതിനെ ഒന്നും നേരിടേണ്ട കാര്യമില്ലല്ലോ. വാർത്ത ശരിയാണോ തെറ്റാണോ എന്നുള്ളവിടെ നിൽക്കട്ടെ. കുറച്ച് നാളുകൾക്ക്, ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഞാൻ പറയുന്നതിനെ തിരിച്ചു കേൾക്കുന്നു കേട്ടോ. ഞാൻ പറയുന്നതിനെ തിരിച്ചു കേൾക്കുന്നു. രാജു P. നായർ, അത് എന്തോ സാങ്കേതിക തകരാറാണ് എന്ന് തോന്നുന്നു. താങ്കളിലേക്ക് ഞാൻ ഇപ്പോൾ തന്നെ ആ തകരാറ് ശരിയാക്കി ഉടൻ തന്നെ തിരിച്ചു വരാം. സജീവൻ, A. സജീവൻ, താങ്കൾ രാജ്യാന്തര യാത്രകളിലൊക്കെയാണ്, UK നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. കേരളത്തിൽ ഇവിടെ വലിയ സംഭവവികാസങ്ങൾ നടക്കുകയാണ്. ഞാനിപ്പോൾ ആമുഖമായി പറഞ്ഞത് താങ്കളും കേട്ടിട്ടുണ്ടായിരിക്കും. KPCC പ്രസിഡന്റിനോട് പ്രതിപക്ഷ നേതാവിനെതിരെ KPCC ഭാരവാഹികൾ പരാതി പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഇന്നലെ അടിയന്തര യോഗം ചേർന്നു. അതിൽ കടുത്ത വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ നേതാക്കൾ ഉയർത്തി എന്ന് വാർത്ത. സംഘടനാ അധികാരങ്ങൾ കൈയടക്കാൻ ശ്രമിക്കുന്നു. ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നു. ചില നേതാക്കളെ മറികടന്നുകൊണ്ട് പുതിയ നേതാക്കളെ ജില്ലകളിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ. ഇന്ന് പത്രക്കാരെ കണ്ട K. സുധാകരൻ ഈ വാർത്തകൾ നിഷേധിച്ചില്ല.
തർക്കങ്ങളൊക്കെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഉണ്ടാകും, അത് നല്ലതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് ഉണ്ടായത്. അത് നമ്മൾ കേട്ടു. മാത്രവുമല്ല, ഇന്ന് മറ്റൊരു ചടങ്ങിൽ സംസാരിച്ച VD സതീശനാകട്ടെ യോഗത്തിലെ ചർച്ചകൾ വാർത്തയാക്കേണ്ടതില്ല, താൻ KPCC സർക്കുലറൊന്നും താൻ പുറത്തുവിട്ടിട്ടില്ല എന്ന തരത്തിലുള്ള പ്രതിരോധം തീർത്തു. പക്ഷേ തിരുവനന്തപുരത്ത് മിഷൻ 2025 വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന ആ പദ്ധതിയെക്കുറിച്ചുള്ള നിർണായക യോഗത്തിൽ അത് ഉദ്ഘാടനം ചെയ്ത് ആ പദ്ധതി വിശദീകരിക്കേണ്ടിയിരുന്ന സതീശൻ അതിൽ പങ്കെടുക്കാതിരുന്നു, അതിൽ നിന്ന് വിട്ടുനിന്നു. കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് ഈ ഒരു ഇന്നലെ നടന്നതോ മെനിയാന്ന് നടന്നതായിട്ടുള്ള സംഭവങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഭയങ്കരമായി സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു അത്ഭുതവുമില്ല NPC. കാരണം നമ്മൾ ഈ രണ്ടുപേരും, സുധാകരനും സതീശനും, ഈ ചുമതലകൾ ഏറ്റതിന് ശേഷം നടത്തിയ പരസ്പരം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതിന്റെ ഒരു ചരിത്രം മാത്രം എടുത്താൽ അറിയാമല്ലോ. ഈ KPCCക്കകത്ത് ഇത്രയും കാലത്തിനിടയിൽ കേരളത്തിലെ കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആയിട്ടുള്ള ആളും അതല്ലെങ്കിൽ KPCC പ്രസിഡന്റും, ഈ ആളുകൾ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞത് ശരിയാണ്, പുതിയ കാര്യമൊന്നും. കാരണം ഒരു പാർട്ടിയിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകും, ആശയപരമായിട്ടുള്ള ഭിന്നതകൾ ഉണ്ടാകും, ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അതൊന്നും അല്ലല്ലോ. അതിന്റെ എല്ലാ സീമകളും വിട്ടുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ പരസ്യമായി പോലും 2-3 തവണ സഭ്യതയുടെ അതിർവലമ്പ് പോലും ലംഘിച്ചുകൊണ്ടാണല്ലോ പലപ്പോഴും കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് നേട്ടമുണ്ടാക്കും എന്ന് സുധാകരൻ പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നേട്ടമുണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 2019-ലും 2024-ലും നേട്ടമുണ്ടാക്കിയത് ഇവരുടെ തർക്കം കൊണ്ടൊന്നുമല്ല. ഇവർ പരസ്പരം തർക്കിക്കുകയും അതല്ലെങ്കിൽ പോരടിക്കുകയും ചെയ്തുകൊണ്ട് ആണ് 2019-ലും 2024-ലും നേട്ടമുണ്ടാക്കിയതെന്ന് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവ്, ശബരിമല പ്രശ്നം തുടങ്ങിയിട്ടുള്ള നരേന്ദ്രമോദിയോടുള്ള വിരോധം, ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഒരു ഭാഗത്തേക്ക് പോയത്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തർക്കിച്ചത് കൊണ്ടാണ് ഇവിടെ 2019-ൽ 19 സീറ്റും 2024-ൽ ഇത്രയും സീറ്റും 18 സീറ്റും കിട്ടിയത് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു മൗഢ്യം എന്ന് പറയുന്നത് അത് പാർട്ടി എത്രമാത്രം ദുർബലപ്പെടുത്തുന്നതാണ്. എക്കാലത്തും ഇതേപോലെ നേട്ടം ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. ആ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ 2024 കാര്യം പോലെ നമുക്കറിയാമല്ലോ. ഈ 2024 എങ്ങനെയാണ് തൃശ്ശൂരിൽ ഈ പരാജയം സംഭവിച്ചു. കഴിഞ്ഞ തവണത്തെ പോലെ UDFന് 19 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നല്ലോ. അതെങ്ങനെയാണ് അല്ലാതായി പോയത്? അത് തോൽപ്പിച്ചത് മറ്റാരുമല്ല, LDF അല്ല, BJP പോലും അല്ല, സുരേഷ് ഗോപിയെ അല്ല. ആ തോൽപ്പിക്കൽ, തൃശ്ശൂരിലെ തോൽപ്പിക്കലിന്റെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പരാജയം, ഇത്രയും ഭീകരമായ പരാജയം, മറ്റുള്ള സീറ്റുകളിലൊക്കെ വിജയം നേടിയിട്ടും ആ തൃശ്ശൂരിലെ പരാജയത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴും ഈ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കന്മാർ. ഏറ്റവും പ്രധാന നേതാക്കന്മാർ എന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന 2 നേതാക്കന്മാർ തമ്മിൽ ഇപ്പോഴും ഈ കളികൾ. ഇതെന്തുകൊണ്ടാണ്? ഈ ഇത്തരത്തിലുണ്ടാവുമ്പോൾ ജനം ഇത് കാണുമല്ലോ. എക്കാലത്തും ഇവരോടൊപ്പം നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിൽക്കാനുണ്ടായ മറ്റു പല കാരണങ്ങളും ഉണ്ട് എന്ന് അത് പോലും വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ കഴിയാതെ പരസ്പരം പോരടിക്കുകയും പാർട്ടിയെ തകർക്കുകയും ചെയ്യുക. ഇപ്പൊ കോൺഗ്രസ് തകർന്നാലും ജയിച്ചാലും ഒക്കെ നമുക്ക് മറ്റാൾക്ക് നിങ്ങൾക്കെന്ന് നേട്ടം പ്രശ്നം എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടായേക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഒരു ജനാധിപത്യത്തിൽ ഉണ്ടാക്കുന്ന കേരളത്തിലെ ഒരു ജനാധിപത്യ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന അപജയം എന്ന് പറയുന്നത് BJPയെ പോലുള്ള ഒരു സംഘടനയ്ക്ക്, ഒരു പ്രസ്ഥാനത്തിന് വളർന്നു വരാനുള്ള വഴിവെക്കലാണ്. സജീവൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. രാജു P. നായർ, താങ്കളുടെ ആ സാങ്കേതിക തകരാറ്, താങ്കളോട് സംസാരിക്കുന്ന ആ കാര്യത്തിലുള്ള സാങ്കേതിക തകരാറ് നീങ്ങിയിട്ടുണ്ട് എന്നാണ് PCR-ൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ വാർത്തകൾ ശരിയാണോ? ഈ വാർത്തകൾ ശരിയാണ് എന്നാണ് മാധ്യമപ്രവർത്തകൻ സജീവൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ ഒരത്ഭുതവുമില്ല. കാരണം മിന്നുന്ന വിജയത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് പരാജയത്തെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോവുകയല്ല കോൺഗ്രസ് ചെയ്യുന്നത്, തമ്മിൽ തല്ലുകയാണ്. അത് ദുഃഖകരമാണ്. ഏത് ജനാധിപത്യ വിശ്വാസിയെയും
ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാർത്തകൾ സ്ഥിരീകരിക്കുകയാണ്. വാർത്തകളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ പറയാൻ ശ്രമിച്ചത്. എങ്കിൽ പോലും വാർത്തകൾ വന്നിരിക്കുന്നു, അത് ജനങ്ങൾക്ക് മുന്നിലുണ്ട്. കോൺഗ്രസ് എന്തെങ്കിലും പറയേണ്ടതുണ്ട്. എന്താണ് കോൺഗ്രസ്സിന് ഈ ഘട്ടത്തിൽ ഇന്ന് രാത്രി പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ ഈ വയനാട് യോഗത്തിൽ വെച്ച് കെ മുരളീധരനെ ഷാനിമോൾ ഉസ്മാനും ടി എൻ പ്രതാപനും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വിമർശിച്ചു എന്ന് പറഞ്ഞ വാർത്തയെ കൊടുത്തായിരുന്നല്ലോ. പിന്നെന്ത് സംഭവിച്ചു? മുരളീധരനും അതുപോലെ തന്നെ അവർ തന്നെ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ചന്ദ്രശേഖർ കുറേ നാളായിട്ട് ഈ മാധ്യമപ്രവർത്തനം നടന്നവരാണല്ലോ. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷ്വൽ മീഡിയ ഒന്നും അത്ര വലിയ സജീവമല്ലാതെ ഇരുന്ന കാലത്ത് ഈ നേതാക്കന്മാർ, മുഖ്യമന്ത്രി ഒക്കെ ഉൾപ്പെടെ പ്രസ് കോൺഫറൻസ് നടത്തും. ആ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞാൽ പറയും ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മാധ്യമപ്രവർത്തകരോടിരുന്ന് വളരെയധികം ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പല തെറ്റുകളെ സംബന്ധിച്ച് തുറന്നു പറയുന്ന ഉൾപ്പെടെയുള്ള ഒരു രീതി പണ്ടുണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ തുടങ്ങുമ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഓഫ് ദ റെക്കോർഡ് പറയും. പക്ഷെ അന്നത്തെ ഓഫ് ദ റെക്കോർഡ് എന്ന് പറയുന്നതിനെ പിന്നെ പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു മാധ്യമപ്രവർത്തകനും ആ മര്യാദകേട് കാണിക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് മര്യാദകേട് മാത്രം കാണിക്കുക എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള കാര്യത്തൊക്കെ മാധ്യമങ്ങളുടെ മര്യാദകേടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാർത്ത കിട്ടുമ്പോൾ നിങ്ങൾ വാർത്ത കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്, അല്ലെങ്കിൽ നിങ്ങൾ വാർത്തകൾ ഉണ്ടാക്കും. പലപ്പോഴും നരേന്ദ്രമോദിയുടെ സർക്കാരിനെ കുറിച്ച് പറയുന്ന ഡാറ്റ കുക്കിംഗ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ന്യൂസ് കുക്കിംഗ് ആണ്. അത് നടക്കട്ടെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് ഇനി ഇത് ശരിയാണെങ്കിൽ പോലും ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഞങ്ങൾക്ക് അഭിപ്രായം പറയാലോ. അതൊന്നും ആലോചിച്ച് നോക്കും. ഞങ്ങൾക്ക് അഭിപ്രായം പറയാം. മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വീട്ടിലേക്ക് വരില്ല എന്ന് ഉറപ്പുണ്ട്. ജീവഭയമില്ലാതെ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാനും വിമർശിക്കാനും വേണമെങ്കിൽ ഏതെങ്കിലും നേതാവിനെ പേരെടുത്ത് കുറ്റപ്പെടുത്താനും സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അത് പറഞ്ഞാൽ ഇന്നോവ എന്ന് തിരിയില്ല, 51 വെട്ടില്ല, ഈ കട്ടിലടിയിൽ ഒളിക്യാമറ വെക്കില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കുള്ള കാര്യമാണ്. ഞങ്ങൾ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും, ചിലപ്പോൾ അല്പം കയർത്തു പറയും, ചിലപ്പോൾ അതിനെ സംബന്ധിച്ച് പറയും. ഞങ്ങൾ ഈ ഒളിക്യാമറ വെക്കില്ല. ഏത് നേതാവിനെ കൊടുക്കാൻ ഒളിക്യാമറ വെക്കാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ. തിരിച്ചു വരാം രാജു പി. നേതാക്കന്മാരെ കൊടുക്കാൻ സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുക്കാൻ അനിൽകുമാറിന് പ്രതികരിക്കാനുള്ള സമയമാണ്. താങ്കൾ ഇപ്പോൾ CPIM-ന്റെ നേതാവായിരിക്കെ തന്നെ മുൻ KPCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. ആ വീട് വിട്ടിറങ്ങിയാണ് താങ്കൾ വന്നത്. വിട്ട വീടിൽ എന്ത് നടക്കുന്നു എന്നത് താങ്കളുടെ വിഷയമല്ല. എങ്കിൽ പോലും താങ്കളത് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരിക്കുമല്ലോ അവിടെ എന്ത് നടക്കുന്നുവെന്ന്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ അതിഥി രാജു പി നായർ പറഞ്ഞത് ഇന്നും മറ്റൊരൊറ്റ വാക്യത്തിൽ സുധാകരനും പറയുകയായിരുന്നു, ഇതിൽ വിമർശിക്കാം, ഇത് CPIM അല്ല എന്ന് പറഞ്ഞു. അതാണ് അല്പം കൂടി വിശദമാക്കി പ്രാസംഗികമായ ഭംഗികളും ആഘാതവും ചേർത്ത് നമ്മുടെ അതിഥി രാജു പി നായർ പറഞ്ഞത്. ഇത് വിമർശനം മാത്രമാണ്, നേതാക്കളുടെ യോഗത്തിൽ ഉള്ള വിമർശനം മാത്രമാണ്, അല്ലാതൊന്നുമില്ല. അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി, ജനാധിപത്യ പാർട്ടികളുടെ ശക്തി എന്ന് സുധാകരൻ പറഞ്ഞു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നേതൃയോഗത്തിന് ശേഷം, വയനാട് നേതൃയോഗത്തിന് ശേഷം ഒരു തീരുമാനമെടുക്കുന്നു. 2025 മിഷൻ 2025 എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കും. ആ പദ്ധതിയിലേക്ക് മുന്നോട്ട് പോകും. അതടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം കുറിക്കാനുള്ള പദ്ധതിയാണ്. അതടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ചുവടുവയ്പ്പാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പാർട്ടി ആ നടപടികളാകെ സതീശൻ ഏറ്റെടുത്തിരിക്കുന്നു. KPCC പ്രസിഡന്റ് ഇല്ലാത്തൊരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. KPCC പ്രസിഡന്റിൻ്റെ ഇത് സംബന്ധിച്ച സർക്കുലർ, ആ സർക്കുലറിൻ്റെ ഉള്ളടക്കം സ്വന്തമെന്ന പോലെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ജില്ലാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരെ മറികടന്നുകൊണ്ട് മറ്റ് ചില നേതാക്കൾക്ക്, തൻ്റെ ആജ്ഞാനുവർത്തികളായ നേതാക്കൾക്ക് അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതുകൊണ്ടാണ് ഇന്നലെ രാത്രി മിന്നൽ യോഗം KPCC അധ്യക്ഷൻ വിളിച്ചത്. അത് ഒരു യോഗത്തിലെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു പ്രക്രിയ മാത്രമാണോ, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ? കോൺഗ്രസിനെ കുറിച്ച് അതിൻ്റെ അലകും പിടിയും അറിയാവുന്ന താങ്കൾക്ക് ഈ സംഭവ വികാസത്തെക്കുറിച്ച് ഇന്ന് രാത്രി ജനങ്ങളോട് എന്ത് പറയാനുണ്ട്? അനിൽകുമാർ. ഞാൻ സത്യത്തിൽ ഈ കോൺഗ്രസിനെ കുറിച്ച് പറയാൻ തന്നെ എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. കാരണം കോൺഗ്രസിനകത്തുള്ള ജീർണതയും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു അവജ്ഞ തോന്നും. കാരണം
എന്ത് പറഞ്ഞിട്ട് നന്നാവാത്തൊരു സാധനമല്ലേ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം ഈ കോൺഗ്രസ്സിനകത്ത് പണ്ടും ഈ പറഞ്ഞതുപോലെ വഴക്കും ചർച്ചകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു നിയന്ത്രണ രേഖയുണ്ടായിരുന്നു. ആ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് ഒരാളും പോയിരുന്നില്ല. പാർട്ടിക്ക് എന്തിനാ ഒരു KPCCയുടെ പ്രസിഡന്റ്, പാർട്ടിക്ക് എന്തിനാ ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്? ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ചുമതലകളില്ലേ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിൻ്റെ അധികാരത്തിൽ കൈകടത്തി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്, KPCCയുടെ പ്രസിഡന്റ് പറയുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ KPCC ഈ പറഞ്ഞതുപോലെ യാതൊരു കുഴപ്പമില്ലെങ്കിൽ ഇന്നലെ രാത്രി എന്തിനാ അടിയന്തരമായി രാത്രി മീറ്റിംഗ് വിളിക്കുന്നത്? എൻ്റെ ഒന്നും ഓർമ്മയിലില്ല അങ്ങനെ രാത്രി മീറ്റിംഗ് വിളിക്കുന്നത്. രാവിലെ തുടങ്ങിയ മീറ്റിംഗ് രാത്രി വരെയൊക്കെ നീണ്ടുപോയ ചരിത്രം കേട്ടിട്ടുണ്ട്. രാത്രി എന്തിനാ ഇപ്പോൾ മീറ്റിംഗ് വിളിക്കുന്നത്? അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ രഹസ്യ യോഗം ചേരുമ്പോൾ ഒരു ജനറൽ സെക്രട്ടറിയെ KPCC പ്രസിഡന്റ് അങ്ങോട്ട് അയച്ചു നോക്കുക എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ്സിനകത്തുള്ളൊരു ജീർണത. അതിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. കോൺഗ്രസ്സിനകത്ത് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ജയിച്ചൊക്കെ നിൽക്കുകയാണല്ലോ, 18 സീറ്റൊക്കെ ജയിച്ച് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതിനെക്കുറിച്ചാണ് തർക്കം. അവർ തമ്മിൽ തല്ലി അതങ്ങോട്ട് ഇല്ലാതാവും എന്നുള്ള കാര്യം യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ തുടക്കമാണിത്. സതീശനാണെങ്കിൽ ഇതെല്ലാം കൂടെ വാരി പിടിക്കണം, സുധാകരനാണെങ്കിൽ എവിടെയോ ഓടി എത്താനും പറ്റുന്നില്ല. അപ്പോൾ സുധാകരനെ ഓവർടേക്ക് ചെയ്ത് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നാണ്, ഞാനിത് പത്രങ്ങളിലൂടെ അറിഞ്ഞതാണ്, ഹൈജാക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാര് എന്ത് പറയുന്നു എന്നുള്ളതല്ലല്ലോ വിഷയം. കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ സംഘടന, ആ കോൺഗ്രസ്സിനകത്ത് ഒരു എന്താ പറയുക നിയമങ്ങളും ചട്ടങ്ങളും ഉള്ളതിനകത്ത് സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒന്നിച്ച് കൈയടക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കോൺഗ്രസ്സിനകത്ത് കാണാൻ കഴിയുന്നത്. അനിൽകുമാർ, തിരിച്ചു വരാം. ഞാനിനി രാജു പി നായരിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് 2 പേർ സംസാരിച്ചതിൻ്റെ ശബ്ദഖണ്ഡങ്ങൾ അത് നമുക്ക് കേൾക്കാവുന്നതാണ്. 2 പേർ സംസാരിച്ചത്. രാജു പി നായർ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു, മാധ്യമങ്ങൾ പല വാർത്തകളും കൊടുക്കും, മാധ്യമങ്ങൾ വാർത്തകൾ കുക്ക് ചെയ്ത് കൊടുക്കും, അത് കോൺഗ്രസിനെയും അത് ബാധിച്ചിരിക്കുന്നു, അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല, അതൊക്കെ പിന്നീട് തെളിഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞു. പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നുണ്ടാകും. മാധ്യമങ്ങൾ വിശുദ്ധ പശുക്കളാണ് എന്ന് പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. മാധ്യമങ്ങൾ ചെയ്യുന്നതിൽ ഒരുപാട് അനീതികളുണ്ട്. കോൺഗ്രസിനും ആ അനീതികൾക്ക് ഇരയാകേണ്ട നില ഉണ്ടാകും, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിക്കുന്നത് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ, പാർട്ടി നേതാക്കളിൽ നിന്ന് തന്നെ ചോർന്നു കിട്ടുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വാർത്തകൾ ചോർത്തിക്കൊടുക്കുന്നവർ ഒറ്റുകാരാണ് എന്ന് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം BJPയിൽ നിന്ന് ആ സ്വരത്തിനോട് ഏറ്റ് ഒരു മറുപടി നൽകിക്കൊണ്ട് ഒരു പരാമർശം കൂടി ഉണ്ടായിരിക്കുന്നു. നമുക്ക് ആ ശബ്ദം കേട്ടിട്ട് രാജു പി നായർ താങ്കളുടെ പ്രതികരണത്തിലേക്ക് വരാം. പാർട്ടി വേദികളിൽ പറയുന്നതും പറയാത്തതും വാർത്തകളായിട്ട് വരുന്നു. അതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്ന എല്ലാവരും ജനം കാണുന്നതാണ്. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് KPCC ആണ്, നേതൃത്വം. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഗുണകരമല്ല. കെ മുരളീധരനൊക്കെ സമനില തെറ്റി. ഇനി എവിടെ നിന്ന് ജയിക്കും എന്നുള്ളത് കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ ഇങ്ങനെ പിടയ്ക്കുക. ഒരു മണ്ഡലത്തും പോയാൽ ജയിക്കൂല. ഞാൻ അന്നേ പറഞ്ഞു, ഇനി BJPയിൽ ചേരാതെ കെ മുരളീധരൻ കേരളത്തിന്റെ നിയമസഭ കാണില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ പാർട്ടി വേദികളിൽ പറയുന്നതും പറയാത്തതും വാർത്തകളായിട്ട് വരുന്നു. അതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്ന എല്ലാവരും ജനം കാണുന്നതാണ്. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് KPCC ആണ്, നേതൃത്വം. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്
പാർട്ടിക്ക് ഗുണകരമല്ല. കെ മുരളീധരനൊക്കെ സമനില തെറ്റി ഇനി എവിടെ നിന്ന് ജയിക്കും എന്നുള്ളത് കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ ഇങ്ങനെ പിടയ്ക്കുക. ഒരു മണ്ഡലത്തും പോയാൽ ജയിക്കൂല. ഞാൻ അന്നേ പറഞ്ഞു, ഇനി BJP-യിൽ ചേരാതെ കെ മുരളീധരൻ കേരളത്തിന്റെ നിയമസഭ കാണില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. രാജു പി നായർ, വാർത്തകൾ കോൺഗ്രസിനെ കുറിച്ച് ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മാധ്യമങ്ങൾക്ക് കിട്ടുന്നു. അത് അന്വേഷിക്കേണ്ടതുണ്ട്. അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. മുൻ KPCC പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു, മുരളീധരൻ കരയിൽ പിടിച്ചിട്ട മീൻ പോലെ അസ്വസ്ഥനാണ് കോൺഗ്രസിനുള്ളിൽ. BJP-യിൽ ചേർന്നില്ലെങ്കിൽ ഇനി അദ്ദേഹം നിയമസഭ കാണില്ല എന്ന ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ വാർത്തകളുടെ സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടാകുന്നത്. ഈ വാർത്തകൾ ശരിയായിരിക്കാം, അതിൽ തെറ്റ് ഒരുപാടുണ്ടായിരിക്കാം, എങ്കിൽ പോലും അതിൻ്റെ സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണ്, കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിന് പുറത്തും. രാജു പി നായർ, താങ്കൾക്ക് കേൾക്കാമോ? രാജു പി നായരുമായിട്ടുള്ള കണക്ഷൻ ഇന്നതിൽ ഒരുപാട് പ്രശ്നം, ക്ഷമിക്കുക, അത് ടെലിഫോൺ കണക്ഷൻ്റെ പ്രശ്നമാണ് എന്നാണ് മനസ്സിലാകുന്നത്. സജീവൻ, ഇത് കണ്ടല്ലോ, കോൺഗ്രസിനുള്ളിലെ ഈ തമ്മിൽ തല്ല്, ഈ അഭിപ്രായ വ്യത്യാസം, അത് ഒരിടത്ത് അത് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ മുതിർന്ന നേതാവായ കെ മുരളീധരൻ തന്നെ ഇന്ന് സംസാരിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒറ്റുകാരാണ് പാർട്ടിയിൽ നിന്ന് ഉള്ളതും ഇല്ലാത്തതും കൊടുക്കുന്നത്, അത് അന്വേഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ BJP-യിൽ നിന്ന് ഈ നില കണ്ടുകൊണ്ട് വളരെ 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 ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് വന്നിരിക്കുന്നു. സജീവൻ, ഈ കാഴ്ചയെക്കുറിച്ച് ഒരു വാർത്താ വിശകലനം. മുരളീധരന്റെ വാക്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഉള്ളതും ഇല്ലാത്തതും വരുന്നു എന്നുള്ളതാണ്. അത് ഇല്ലാത്തത് മാധ്യമങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതല്ല. ഉള്ള സംഭവങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു, ഇല്ലാത്തത് കുറച്ചുകൂടി ചേർത്ത് കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ സിനിമയിലൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ. അതേപോലെ കയ്യിൽ നിന്ന് ഇടുന്ന പരിപാടി കൂടി നടക്കുന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിൽ നേരത്തെ രാജു പി നായർ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് പണ്ടൊക്കെ പല കോൺഗ്രസ് നേതാക്കന്മാരും പല രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമ പ്രവർത്തകന്മാരോട് വാർത്തകൾ പരസ്യമായി പറയും. അതല്ലാത്ത കാര്യങ്ങൾ ഓഫ് ദ റെക്കോർഡ് പറയാറുണ്ട്. പക്ഷെ ഇത് അതല്ല. ഓഫ് ദ റെക്കോർഡ് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ വാർത്ത കൊടുക്കരുത് എന്നുള്ള കാര്യത്തിലാണല്ലോ. ഇവിടെ അതല്ല, ഇല്ലാത്തതും ഉള്ളതും പറയുന്നു. ഉള്ളത് ധാരാളം പറയുന്നുണ്ടാണ്. ഈ പറഞ്ഞതിലൊന്നും ഇല്ലാത്തതാണ്, വെറുതെ പറയുക. പരിചയസമ്പന്നനായ പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ നിരീക്ഷണമാണ്. രാജു പി നായർ, താങ്കൾ പറഞ്ഞതുപോലെ ടെലിവിഷനുകൾ ഇല്ലാത്തൊരു കാലത്ത് ഓഫ് ദ റെക്കോർഡായി ചിലത് പറയുന്നു, പത്രങ്ങളൊക്കെ അത് മാനിക്കുന്നു. അങ്ങനെ ഉള്ള ആ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഓഫ് ദ ക്യാമറയായിട്ട് പറഞ്ഞ, ഓഫ് ദ റെക്കോർഡായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച് വന്നതല്ല ഇത് എന്നാണ് സജീവൻ പറയുന്നത്. നേരെ മറിച്ച് ഉള്ള ചില കാര്യങ്ങൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടി ചേർത്ത് പാർട്ടിക്കുള്ളിൽ നിന്ന് കൊടുത്തിട്ട് പുറത്തു വന്നിരിക്കുന്നു. നിർഭാഗ്യകരമാണ്. അതാവട്ടെ BJP-യെ പോലൊരു പാർട്ടി ആഘോഷ വിഷയമായി അവർ മാറ്റിയിരിക്കുന്നു. താങ്കളുടെ ഉള്ളിലെ കോൺഗ്രസ് പ്രവർത്തകന് എന്തു തോന്നുന്നു? അല്ല, എനിക്ക് പറയാൻ പറ്റില്ല. ശ്രീ സജീവൻ രാഷ്ട്രീയകാര്യ സമിതി പങ്കെടുക്കുന്ന ആളാണ്. അത് തന്നെ വയനാട് അവിടെ നടന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പങ്കെടുത്തിരുന്നു. ഇന്നലത്തെ KPCC-യുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അത്രയും കൃത്യമായിട്ട് പറയുമ്പോൾ നമുക്കത് നിഷേധിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വരും. കാരണം അദ്ദേഹം ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഒരു സംശയം തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ലേ? അദ്ദേഹം അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചു, താങ്കൾക്ക് അതിനെ എതിർക്കാം. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചോദ്യങ്ങൾ ചോദിക്കും. അല്ല, ഞാൻ പറയട്ടെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഇടതുമുന്നണിയുടെ കൺവീനർ EP ജയരാജൻ വന്നു നിന്നിട്ട് BJP-യുമായി ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്, പ്രകാശ് ജാവ്ദേക്കറെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഇല്ലേ? ഒരു കനത്ത പരാജയത്തിന് ശേഷം നടന്ന മുഴുവൻ സമ്മേളനങ്ങളും EP ജയരാജന്റെ എതിരെ വിമർശനം ഉണ്ടായി. ആ സംസ്ഥാന സമിതിയും സംസ്ഥാന കമ്മിറ്റിയും കൂടിയല്ലോ നട്ടൽ എന്ന് പറയുന്ന ഏതെങ്കിലും ആർജവമുള്ള ഏതെങ്കിലും ഒരെണ്ണം എഴുന്നേറ്റെന്ന് ചോദിക്കാൻ പറ്റുമോ? EP ജയരാജൻ, നിങ്ങൾ കാണിച്ചത് ശരിയാണോ എന്ന് ചോദിക്കാൻ പറ്റുമോ? മകളുടെ അഴിമതിയെക്കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസ രീതിയിൽ പറയാൻ പിണറായിക്ക് കഴിഞ്ഞില്ല എന്ന് CPI ഉൾപ്പെടെ മറ്റ് ജില്ലാ ഘടകങ്ങൾ ഉൾപ്പെടെ ചർച്ച നടത്തിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്.
ഏതെങ്കിലും സംസ്ഥാന സമിതിയുള്ള ഒരുത്തന് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കാൻ പറ്റിയോ പിണറായി വിജയൻ നിങ്ങളുടെ മകളെ കുറിച്ച് പറഞ്ഞത് എല്ലാം കള്ളമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല പറയാൻ പറ്റുമോ? പകരം ആ പാർട്ടിയുടെ സെക്രട്ടറി വരെ ഇറങ്ങി നിന്നിട്ട് പിണറായി വിജയനല്ല ഈ കുറ്റത്തിന് കാരണം എന്ന് പറയേണ്ട അവസ്ഥയിലല്ലേ നിൽക്കുന്നത്? ഏതെങ്കിലും ഒരാൾക്ക് അഭിപ്രായം, ഇപ്പൊ ശ്രീ അനിൽകുമാർ ഇവിടെ ഇപ്പൊ ഉണ്ടല്ലോ, നല്ല കാര്യമാണ്. കാരണം അദ്ദേഹം കോൺഗ്രസിലുണ്ടായിരുന്ന സമയത്ത്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ വിമർശിച്ചിരുന്ന ആളാണ് പരസ്യമായിട്ട്, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ശ്രീ കെ മുരളീധരനെ കുറിച്ച്. ആ കെ മുരളീധരനെ പരാജയപ്പെടുത്താൻ ഇദ്ദേഹം പ്രവർത്തിച്ചു എന്ന് മുരളീധരൻ തന്നെ പരാതി കൊടുത്തിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് വെറും KSU ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആള് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴാണ് കെ മുരളീധരൻ അതൃപ്തിയുടെ തുടക്കം തുടങ്ങുന്നത്. നിങ്ങൾ ചരിത്രം ഓർക്കണം, മുരളീധരനും AK ആന്റണിയും കൂടി ഏറ്റവും നല്ല ബന്ധത്തിൽ പോയിരുന്നിടത്ത് KPCC പ്രസിഡന്റിനെ ഓവർ റൂൾ ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് കോൺഗ്രസിനകത്ത് ആ 2004 രാജു പി നായർ, ഞാൻ തിരിച്ചു വരാം. അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ആദ്യ ഭാഗത്തിൽ ആദ്യം അദ്ദേഹം പറയുന്നു ഇത് ഇന്ന് നടന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഉള്ളിലെ ജനാധിപത്യത്തിന്റെ പുറത്തുവരലാണ്, കോൺഗ്രസിന്റെ ഉള്ളിൽ എതിർക്കാം, അതിനുള്ള ശക്തിയുണ്ട്. നേരത്തെയും അദ്ദേഹം പറഞ്ഞു തന്നെയാണ്, അതിന്റെ വിനിയോഗമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സമാനമായ സാഹചര്യങ്ങളിൽ CPIM-ൽ നിന്ന് ഒരു ശബ്ദം ഉയരുന്നില്ല. CPM സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയനെ വിമർശിക്കാൻ, EP ജയരാജനെ വിമർശിക്കാൻ നട്ടലുള്ള ആരുമില്ല എന്ന് അദ്ദേഹം ഒരു വശത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു. മറ്റേ വശത്ത് രണ്ടാമത്തെ കാര്യം താങ്കൾക്കെതിരായ ആരോപണങ്ങളാണ്. താങ്കൾ ഈ വിമർശന സ്വാതന്ത്ര്യം ആസ്വദിച്ചിരുന്ന ഒരാളാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ. മാത്രമല്ല താങ്കളെ ദുരുപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ. ആ ആരോപണത്തിന് മറുപടി, വ്യക്തിപരമായ ആരോപണത്തിൻ്റെ മറുപടിയിലേക്ക് മാത്രമായി പോകരുത്. ആദ്യം രാഷ്ട്രീയമായ ആരോപണത്തിലുള്ള മറുപടി, പിന്നീട് വ്യക്തിപരമായ ആരോപണത്തിലുള്ള മറുപടി. അനിൽകുമാർ. അല്ല, ഇതിനകത്ത് ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഷയം എന്താണ് എന്ന് ആദ്യം താങ്കൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ ചർച്ചയിൽ. ആ വിഷയത്തിൽ നിന്നുകൊണ്ടല്ലേ സംസാരിക്കേണ്ടത്. അതാണ് ഒരു മാന്യത, മര്യാദ എന്നൊക്കെ വിചാരിക്കുന്നത്. പിന്നെ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്നിരുന്ന് ആദ്യം സജീവനെതിരെ, പിന്നെ എനിക്കെതിരെ, ഇയാൾക്കെതിരെ ഞാനങ്ങോട്ട് പറയാൻ തുടങ്ങിയാണ്ടല്ലോ, വയറോർച്ച് പറയാൻ എനിക്കറിയാം. അതിന് എൻ്റെ നിലവാരം അങ്ങോട്ട് അനുവദിക്കുന്നില്ല. മനസ്സിലായില്ലേ? എങ്ങനെയാ ഡി സെക്രട്ടറി ആയതെന്നും എങ്ങനെയാ അതൊക്കെ ആയതെന്നൊക്കെ പറയാം. വ്യക്തിപരമായി പറഞ്ഞാൽ വ്യക്തിപരമായി തന്നെ പറയും. വേണ്ട, അല്ല അതുകൊണ്ടേ അഭ്യാസവും വർത്താനമൊന്നും വേണ്ട മോനെ, മനസ്സിലായില്ലേ? ഒരു മര്യാദ, ഒരു മിനിമം മര്യാദ അതിൽ വെച്ചിരുന്നോളണം കേട്ടാ. കോൺഗ്രസിനകത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ടല്ലോ, ഉമ്മൻചാണ്ടി വിമർശിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തല വിമർശിച്ചിട്ടുണ്ട്. എന്തിനാ ഈ NSSന്റെ അവിടെയും മറ്റേ ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു മര്യാദ വേണ്ടേ? കോൺഗ്രസ് അല്ലേ താൻ, അപ്പൊ ആ മര്യാദ ഉണ്ടാവില്ലല്ലോ. കോൺഗ്രസിന്റെ സംസ്കാരമാണല്ലോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു നിലവാരമില്ലായ്മ അല്ലേ? ഒരിത്തിരി നിലവാരത്തിലൊക്കെ നിൽക്ക്. അവനവന് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ പറയും, അല്ലേ കിടന്ന് ഇങ്ങനെ പൊളയല്ലേ കിടന്നിട്ട്. ഞാൻ ഈ ജാതിമത സംഘടനകളുടെയും മറ്റേ വീടുകളിൽ കയറി ഇറങ്ങുന്നതിനെതിരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാ. ഓക്കെ, സോറി. അല്ല, അപ്പൊ ഈ പറയുന്ന ജാതിമത സംഘടനകളുടെ വീട്ടില് ഈ പറയുന്ന അല്ല ഉമ്മൻചാണ്ടി രമേശും പോകുന്നതിനൊക്കെതിരെ ഞാൻ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പ് നടത്തി പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിനെ നടത്തിയ ആളാ ഞാൻ, നിലയ്ക്ക് നിർത്തിയ ആളാ. അതിനൊന്നും ഒരു തർക്കമില്ല. വിമർശിക്കേണ്ട സമയത്തെ വിമർശിച്ചിട്ടുള്ളൂ. ഇപ്പം നടക്കണ എന്താ? ഗ്രൂപ്പില്ല എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഇപ്പൊ കെ മുരളീധരൻ പറഞ്ഞ എന്താ? പിന്നെ ഈ പാർട്ടിക്കകത്ത് ഈ പറയുന്ന രാജു പി നായർ KPC എക്സിക്യൂട്ടീവിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. KPC എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുമ്പോൾ ചാനലുകാരെ വിളിച്ചിട്ട് ഞാൻ ഇത്ര മണിക്ക് 11:20 മുതൽ ഇന്ന സ്ക്രോളിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞ് KPC എക്സിക്യൂട്ടീവിലിരുന്ന എത്ര നേതാക്കന്മാരുണ്ട്? ഞാൻ പേര് വേണേ എണ്ണി പറഞ്ഞുതരാം ആരാ വാർത്ത കൊടുക്കുന്നതെന്ന്. അദ്ദേഹം സംസാരിച്ചപ്പോൾ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യം CPIM-ൽ വിമർശന സ്വാതന്ത്ര്യമില്ല, കോൺഗ്രസിൽ അതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കളാവട്ടെ കോൺഗ്രസിൽ ദീർഘകാലം പ്രവർത്തിച്ച് അതിൻ്റെ സമുന്നത ശ്രേണിയിലെത്തിയ ഒരു നേതാവാണ്. ഇപ്പോൾ
CPIM-ൽ എത്തിയൊരു നേതാവാണ്. താങ്കളുടെ ഒരു കമ്പാരിസൺ, CPIM-ലെ ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം എന്ന് ആ പാർട്ടി തന്നെ വിശേഷിപ്പിക്കുന്ന ജനാധിപത്യം എന്ത്, കോൺഗ്രസിലെ ജനാധിപത്യം, അവർ ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യ രീതികൾ എന്ത്, അത് തമ്മിലുള്ള താരതമ്യം എന്ത്? അനിൽകുമാർ. ഞാൻ സത്യത്തിൽ CPIM-ൽ എത്തിയിട്ട് ഇപ്പോൾ 3 വർഷമായിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ കുറേ കൂടി മുമ്പ് കോൺഗ്രസ് വിടണമായിരുന്നു, CPIM-ൽ ചേരണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം മറ്റൊന്നുമല്ല, ഇത്രമാത്രം ജനാധിപത്യമുള്ള, പൊതുബോധമുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു പാർട്ടി വേറെയില്ല. കോൺഗ്രസ്സുകാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ചർച്ച എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ റിപ്പോർട്ടിംഗ് നടക്കുകയല്ലേ, കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റി അവലോകനം കഴിഞ്ഞ് ഞാൻ എത്രയോ റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ട്. അവിടെ നടക്കുന്ന ചർച്ച എന്താ? ക്രിയാത്മകമായി മുഖ്യമന്ത്രി വിമർശിക്കണേ മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്, പാർട്ടി സെക്രട്ടറി വിമർശിക്കേണ്ട ഒരു പാർട്ടി സെക്രട്ടറി വിമർശിക്കുന്നുണ്ട്. അതൊന്നും വ്യക്തിപരമല്ല, ഓരോ വിഷയാടിസ്ഥാനത്തിലാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയേണ്ട വേദികളിൽ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ കൃത്യമായി പറഞ്ഞു പോകുന്ന ഒരു പാർട്ടിയാണ് CPIM എന്ന് പറയുന്നത്. അല്ല, CPIM-നകത്ത് ജനാധിപത്യമില്ല, ചർച്ചയില്ല എന്ന് കോൺഗ്രസ്സുമാരി വളവളാന്ന് പറഞ്ഞ വർത്താനം പറയുകയല്ല. ഡാറ്റ വെച്ചിട്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. അവിടെ പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റഡീഡ് അല്ല എങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വരും. അല്ലാതെ വ്യക്തിപരമായി ആളുകളെ അധിക്ഷേപിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാക്കുന്നതല്ലേ ചർച്ച. അത് കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കേണ്ടതാണ്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഒരു പാർട്ടി പ്രവർത്തിക്കേണ്ടത് എന്ന് CPIM-ന്റെ മാതൃക കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കണം. സുധാകരനും സതീശനും ഒക്കെ. അപ്പോഴേ പാർട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഇതേക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പല വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ KPCC ഈ മിഷൻ 2025 കുറിച്ച് ഒരു സർക്കുലർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ കിട്ടിയിട്ട് ഒരു മാധ്യമം ഇന്ന് കൊടുത്തത് മുൻകൂട്ടി പിരിക്കാൻ പോകുന്നു കോൺഗ്രസ്. കയ്യിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പണമില്ലാത്തത് കൊണ്ട് മുൻകൂട്ടി പിരിക്കാൻ പോകുന്നു. ഒരു തെറ്റല്ല, മുൻകൂട്ടി പിരിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്തയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സമരപരിപാടികൾ, പ്രാദേശിക തലത്തിൽ ഉള്ള സമരപരിപാടികൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഞങ്ങളൊരു കാര്യം, കേരള ജനത അവരുടെ കണ്ണും കാതും മനസ്സും തുറന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്. ഇതിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് 16ാമത്തെ ഇനമായിട്ട് KPCC പ്രസിഡന്റ് K. സുധാകരൻ പുറത്തിറക്കിയിരിക്കുന്ന ആ സർക്കുലർ, പുറത്ത് എന്ന് പറഞ്ഞാൽ സംഘടനയിൽ വിതരണം ചെയ്തിരിക്കുന്ന ആ സർക്കുലറിൽ 16ാമത്തെ തലക്കെട്ടിൽ വരുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് അതിൽ പറയുന്നു, വിവിധ മതസംഘടനകൾ, ആരാധനാലയങ്ങൾ എന്നിവയുമായി ഗാഢമായ ബന്ധമാണ് പാർട്ടിക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ബന്ധവും സഹകരിച്ചുള്ള പ്രവർത്തനവും കുറഞ്ഞത് കാരണം വർഗീയ സംഘടനകളും വിശ്വാസവിരുദ്ധ നിലപാടുള്ള പാർട്ടികളും അവിടെ നുഴഞ്ഞുകയറി. ഇതുമൂലം പാർട്ടിക്ക് സാധാരണ ജനങ്ങളുമായി ഉണ്ടായിരുന്ന ഇഴയടുപ്പം തീരെ നഷ്ടപ്പെട്ടു. ഈ പോരായ്മ അടിയന്തരമായി പരിഹരിക്കണം. ആരാധനാലയങ്ങളിൽ വർഗീയ സംഘടനകൾ നുഴഞ്ഞുകയറിയിരിക്കുന്നു എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. ഒപ്പം തന്നെ വിശ്വാസവിരുദ്ധ നിലപാടുള്ള പാർട്ടികളും നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന് പറയുന്നു. വർഗീയ സംഘടനകൾ നുഴഞ്ഞു കയറിയിരിക്കുന്നതിൽ കോൺഗ്രസിനെ പോലൊരു സംഘടന അത് ശ്രദ്ധിക്കുന്നതും അതിന് പരിഹാരം കാണണം എന്ന് പറയുന്നതും അത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയി വിലയിരുത്തുന്നതും അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പദ്ധതിയായി തങ്ങളുടെ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതും ശ്ലാഘനീയമായ കാര്യമാണ്. ഒപ്പം തന്നെ പറയുന്നു, വിശ്വാസവിരുദ്ധ നിലപാടുള്ള പാർട്ടികൾ കൂടി ആരാധനാലയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഒരു നിലപാട് കേരളത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം എന്താണ്? ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ രാജു പി നായരോട് ചോദിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു കാര്യം സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഒരു കർമ്മ പരിപാടിയായി പറഞ്ഞിരിക്കുന്നത്? അങ്ങേക്ക് അതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ MV ഗോവിന്ദൻ അമ്പല കമ്മിറ്റികളിലും പള്ളി കമ്മിറ്റികളിലും CPM-കാര് കയറണം, അവിടെയെല്ലാം ഈ പറയുന്ന RSSന്റെ കടന്നുകയറ്റമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന എടുത്തൊന്ന് വായിച്ചാൽ അങ്ങേക്ക് ചിലപ്പോൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് പറയുന്നതിലും സംഭവിച്ച് ചിലപ്പോൾ സംശയമില്ലാതെ മാറിക്കോളും. വിശ്വാസവിരുദ്ധം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞാണ്. ഹിന്ദു വിശ്വാസമില്ലാത്ത RSSകാർ
മനസ്സിലായില്ലേ? ഹിന്ദു വിരുദ്ധരായിട്ടുള്ള RSSകാർ, ഹിന്ദുത്വവാദികളായിട്ടുള്ളവർ അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള കടന്നു കയറി വർഗീയ പ്രചരണം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അത് അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ MV ഗോവിന്ദന്റെ പ്രസ്ഥാനം എടുത്ത് വായിച്ചാൽ മതി, കുഴപ്പമില്ല. പിന്നെ ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം എന്നോട് പറയരുത്, അദ്ദേഹം വിളിച്ച ഗ്രൂപ്പ് മീറ്റിംഗിൽ പോയി ഇരുന്നിട്ടവനാണ് ഞാൻ. ദയവേത് ശ്രീ അനിൽകുമാർ, എന്നെ കുറിച്ച് വ്യക്തിപരമായിട്ട് അങ്ങേക്ക് ഞാൻ DCC ജനറൽ സെക്രട്ടറി എങ്ങനെയായി എന്നുള്ളതുണ്ടെങ്കിൽ അങ്ങേ ഞാൻ വെല്ലുവിളിക്കാം, അങ്ങൊന്ന് പറയുക. അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയിട്ട് VM സുധീറിനോടൊന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ DCC ജനറൽ സെക്രട്ടറി ആയെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഞാൻ വെല്ലുവിളിക്കാം, ധൈര്യം ഉണ്ടെങ്കിൽ പറയും. പറയാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് ഞാൻ ഉന്നയിച്ച പ്രശ്നത്തിലേക്ക് പോകാം. അനിൽകുമാർ മറുപടി പറയൂ. പക്ഷേ സുധീറിനോട് ചോദിക്കാൻ ഇപ്പൊ പോകരുത്, ഇപ്പൊ താങ്കൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പറയൂ. അനിൽകുമാർ പറയൂ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രശേഖർ, അത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങ് ഇങ്ങനെ ഇടപെടല്ലേ, അങ്ങ് മറ്റൊരു പ്രശ്നം ഉന്നയിച്ച അയാൾക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, സമയം ഞാൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാമല്ലോ. താങ്കൾ ആദ്യത്തെ കാര്യം വിശദീകരിച്ചു കഴിഞ്ഞു, എനിക്കത് ബോധ്യപ്പെട്ടു. ഞാൻ പറയട്ടെ ഇനി രണ്ടാമത്തെ CPM-ന്റെ കാര്യം പറയുന്നു. CPM-നകത്ത് അദ്ദേഹം എന്തായാലും രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ സ്ഥാനവും നോക്കി പോയതല്ലോ. AKG സെന്ററിന്റെ അഡ്രസ് വെച്ച് എന്തിനാ സഖാവെ നിങ്ങളൊരു കടലാസ് കമ്പനി മകളുടെ പേരിൽ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാൻ അനിൽകുമാറിന് ആർജവം ഉണ്ടോ? പറയട്ടെ, മറുപടി പറയട്ടെ. അനിൽകുമാർ പറയൂ. കയറുന്ന കാര്യത്തെ കുറിച്ച് ചോദിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. നിൽക്കട്ടെ, അല്ല, അഴിമതിയാണല്ലോ വിഷയം. മറ്റൊരു കാര്യമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. എങ്കിലും അനിൽകുമാർ പറയൂ. കാരണം എന്നുള്ളത് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, ഈ പറയുന്ന സെന്ററിന്റെ പേരിൽ വ്യാജ കമ്പനി ഉണ്ടാക്കിയത് എന്തിനാ സഖാവെ എന്ന് ചോദിക്കാൻ ആവർത്തിക്കാതെ ഒരു കാര്യം ഒരു തവണ പറഞ്ഞില്ലേ, ആവർത്തിക്കാതെ മറുപടി പറയട്ടെ അനിൽകുമാർ. അല്ലല്ല ചന്ദ്രശേഖർ, നിങ്ങൾ ഒരു വിഷയം പറയാൻ 3 മിനിറ്റ് പോലും സമയം തരാതെ മറ്റൊരു വിഷയത്തിലേക്ക് അങ്ങ് പോകുന്നത് കൊണ്ടാണ്. ഞാൻ സമയത്തിന് കീഴ്പ്പെട്ട് വിളിച്ച ഒരാളാണ്, മറ്റു വിഷയങ്ങളിലേക്ക് അങ്ങ് പോകുന്നത് കൊണ്ടാണ്. 3 പേരേ ഉള്ളൂ ഒരു ചർച്ചയിൽ. 3 പേരുള്ള ചർച്ചയിൽ ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സമയം കൊടുക്കണം. അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അനിൽകുമാർ, ഇതൊക്കെ സമയമാണ് പോകുന്നത്. താങ്കളുടെ സമയത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാവരുടെ സമയത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കപ്പെടുമെന്ന് ഞാൻ പറയാതെ അനിൽകുമാർ മറുപടി പറയൂ. അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രശേഖരനോട് പറയുന്നത്, ഇതിനകത്തെ ചന്ദ്രശേഖർ ഒരിത്തിരി മാന്യതയുള്ള മര്യാദയുള്ള ആളുകളേക്ക് ചർച്ചയ്ക്ക് വിളിച്ചെടുത്ത്, അല്ല കാരണം ഇങ്ങനെ ആക്ഷേപിക്കില്ലേ? അത് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് നിയമിച്ച നമ്മുടെ മാന്യാതിഥിയാണ്. അനിൽകുമാർ, എന്താ ഔദ്യോഗികം? പിണറായി വിജയന്റെ അത് തുറന്നു ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേതിലേക്ക് പോകാം. നിങ്ങളുടെ നിലവാരം ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ടാണ് പോലും പാർട്ടിക്ക് ഒരു ഗുണവും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. ഇറങ്ങിപ്പോയപ്പോ ഒരു മനുഷ്യൻ പോലും കൂടെ ഇല്ലാതിരുന്നത് അതുകൊണ്ടാ. അപ്പൊ നിങ്ങൾ നിലവാരം സ്വയം അളന്നാൽ മതി. എന്റെ നിലവാരം അളക്കാൻ അനിൽകുമാറെ നിങ്ങൾ ഇനി പഴയ കോൺഗ്രസ് വേദികളിലെ വൈരാഗ്യം തീർക്കാൻ ഈ വേദി ഉപയോഗിക്കരുത്. പുതിയ പ്രശ്നങ്ങൾക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പുതിയ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പുതിയ ദിവസത്തെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എങ്കിലും പഴയ കാര്യം പറഞ്ഞതുകൊണ്ടും അത് പുതിയതിലേക്ക് കൂട്ടിച്ചേർത്തതുകൊണ്ടും അനിൽകുമാർ അതിന് മറുപടി പറയും. നിലവാരത്തിന്റെ കാര്യത്തിന് താങ്കൾക്ക് വേണ്ടി ഞാൻ ഇടപെട്ടല്ലോ. എന്തിനാണ് ഈ പറയുന്നത്? എന്താണെന്നറിയാമോ? ഈ പറയുന്ന ആളുകൾക്ക് പറയാനൊന്നുമില്ലാതെ വരുമ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിന് വേണ്ടി കത്തിക്കുത്ത് നടത്താൻ തയ്യാറുള്ള ആളുകളായിപ്പോ. സുധാകരനും സതീശനും തമ്മിൽ എന്നാണ് ഇനി കത്തിക്കുത്ത് നടത്തുന്നത് നോക്കിയാൽ മതി. KPC ഓഫീസിൽ വെച്ച് അവിടെ ട്രഷറർ ഉണ്ടായിരുന്നു പ്രതാപേന്ദ്രനെ സുധാകരന്റെ ഗുണ്ടകൾ അടിച്ചു വീഴ്ത്തിയതും 2 ദിവസം കഴിയുമ്പോൾ മരിച്ചതും അത് പരാതിയായതും ഒക്കെ നമ്മളാരും മറന്നിട്ടില്ലല്ലോ. അപ്പൊ KPCC ഓഫീസിന്റെ ഇപ്പോഴത്തെ നിലവാരം എന്താ? തമ്മിൽ തല്ലുന്ന, എന്താ പറയാ, ആളുകളെ അടിച്ചു വീഴ്ത്തുന്ന ആ ഒരു രീതിയിലുള്ള സംസാരവും പെരുമാറ്റവുമായി ഇന്ന് KPC മാറിയിരിക്കുക. അതാ ചർച്ച ചെയ്യുന്ന സമയത്താണ് വേറെ പല കാര്യങ്ങളും. ഇന്നിപ്പോ ചർച്ച ചെയ്യുന്ന KPCയുടെ കാര്യങ്ങളല്ലേ. അതിന് വ്യക്തമായി മറുപടി പറയാതെ അരി എത്രാന്ന് നോക്കിയോ പയറഞ്ഞരി എന്ന് പറയുന്ന ഒരു സംസ്കാരമാണോ ഇതിന് കോൺഗ്രസ് വേണ്ടത്? KPCCക്കകത്ത് നടന്ന ചർച്ചയ്ക്കകത്ത് സജീവൻ KPCക്കകത്തുണ്ടായിരുന്നല്ലോ, മറ്റേ ആള് KPCക്കകത്ത് അതല്ലല്ലോ. KPCCയിൽ നടന്ന യോഗത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ പുറത്തു വന്നു? ആരാണത് പുറത്തു കൊണ്ടുവന്നത്?
ആരാണ് അത് മാധ്യമങ്ങൾക്ക് കൊടുത്തത്? മുരളീധരൻ അടക്കം ചോദിച്ചില്ലേ? അതിനകത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് ആരാണ് പറഞ്ഞത്? അതിന് മറുപടി പറയാൻ പറ്റാതെ കാ കൂന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് KPCC-ക്കകത്ത് ഇന്ന് നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു സംഘടനാ ബോധവും ഇല്ലാത്ത രണ്ടാളുകൾ KPCC-യെയും എന്താ പറയാ പാർലമെന്ററി പാർട്ടിയെ നയിക്കുമ്പോൾ സംഘടനാ ബോധമില്ലാത്ത കുറെ ആളുകൾ KPCC-യിലും DCC-യിലും ഭാരവാഹികളായിട്ടിരിക്കുമ്പോൾ പ്രവർത്തന പാരമ്പര്യവും പരിചയവുമില്ലാത്ത ആളുകൾ അതുമായിട്ട് മുന്നോട്ട് പോകുമുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് കോൺഗ്രസുകാരും ഇന്ന് അനുഭവിക്കുന്നത്. അനിൽകുമാർ, താങ്കളിലേക്ക് വരാം. താങ്കൾ ആ കാര്യത്തിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. താങ്കളിലേക്ക് വരാം. സജീവൻ, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളൂ. അനിൽകുമാർ, താങ്കളിലേക്ക് വരാം. സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ചർച്ചയുടെ ഈ ഘട്ടത്തിൽ ഞാൻ ഉന്നയിച്ചത് താങ്കൾ കേട്ടിരിക്കുമല്ലോ നേരത്തെ, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 2024 മാർഗദർശന രേഖയിൽ, അതൊരു സർക്കുലറായിട്ട് KPCC പ്രസിഡന്റ് പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ പറയുന്നു ആരാധനാലയങ്ങളിൽ കോൺഗ്രസ്സുകാർ ഇടപെടണം. അതിന് കാരണമായിട്ട് പറയുന്നത് വർഗീയ സംഘടനകൾ അവിടെ നുഴഞ്ഞു കയറുന്നു. അതുകൊണ്ട് നിർത്താതെ പറഞ്ഞിരിക്കുന്നു വിശ്വാസവിരുദ്ധ നിലപാടുള്ള പാർട്ടികളും നുഴഞ്ഞ് കയറിയിരിക്കുന്നു. വിരുദ്ധമായ നിലപാടുള്ള പാർട്ടികൾ ആരാധനാലയങ്ങളിൽ നുഴഞ്ഞു കയറുന്നു എന്നത് ഒരു രാഷ്ട്രീയ ചേരി നിരന്തരം ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദമുഖമാണ്. അത് BJP ആണ് ഉന്നയിക്കുന്നത്. അതേ വാദമുഖം ഇന്ന് കോൺഗ്രസിൻ്റെ മിഷൻ 2025 എന്ന നയപ്രഖ്യാപന രേഖയിൽ കടന്നു വന്നിരിക്കുന്നു. സജീവൻ, പ്രതികരണം. അത് BJP-യുടെ വാക്ക് പറയുകയാണെങ്കിൽ നമ്മൾ അതിന് സമ്മതിക്കാം. കാരണം BJP-യുടേത് കൃത്യമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അവര് മറ്റുള്ള ആളുകളെ ഈ വിശ്വാസികളിൽ നിന്ന് അകറ്റി മാറ്റാൻ വേണ്ടിയിട്ട് മറ്റു പാർട്ടികളെല്ലാം വിശ്വാസികൾക്കെതിരാണ്, അമ്പലങ്ങൾക്കെതിരാണ്, ആരാധനാലയങ്ങൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്തും. അത് BJP-യിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നെഹ്റു നയിച്ച കോൺഗ്രസ് ഒരിക്കൽ പോലും അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് മറ്റേത് രാഷ്ട്രീയ നേതാവിനെയും കുറിച്ചല്ല, ഗാന്ധിയെ കുറിച്ച് പോലുമല്ല. ജവഹർലാൽ നെഹ്റു നയിച്ച കോൺഗ്രസ്, ജവഹർലാൽ നെഹ്റു പാർട്ടി പ്രസിഡന്റായിട്ടും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ടും നയിച്ച കോൺഗ്രസ് ഒരിക്കൽ പോലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ജവഹർലാൽ നെഹ്റു അങ്ങേയറ്റത്തെ നിരീശ്വരവാദിയായിരുന്നു നമുക്കറിയാം. പക്ഷെ അദ്ദേഹം ആ നിരീശ്വരവാദം ഉണ്ടായിട്ട് പോലും വിശ്വാസികളുടെ വിശ്വാസത്തെ അങ്ങേയറ്റം മാനിച്ചയാളാണ്. വിശ്വാസി അല്ലാത്ത ആൾക്കും വിശ്വാസികളുടെ സംരക്ഷണം പറ്റുമെന്ന് തെളിയിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് നെഹ്റു. അങ്ങനെയുള്ള നെഹ്റുവിന്റെ പാർട്ടിക്കാര് ഈ തരത്തിൽ ഈ സർക്കുലറിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒന്ന് എഴുതി ചേർക്കും. ബാക്കിയൊക്കെ എഴുതി ചേർക്കാം. നേരത്തെ രാജു പറഞ്ഞ പോലെ ഗോവിന്ദമാഷ ലേഖനത്തിൽ പോലെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യം കോൺഗ്രസിന് പറയാം, CPM-ന് പറയാം, മുസ്ലിം ലീഗിന് പറയാം, BJP-ക്ക് പറയാം, എല്ലാവർക്കും പറയാം. പക്ഷേ മറ്റ് വിശ്വാസരഹിതരാണ്, വിശ്വാസവിരുദ്ധരാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ എന്താണ് മാന്തി എടുക്കുന്ന ഒരു പരിപാടി അത് കോൺഗ്രസിന് പറ്റില്ല, അത് BJP-ക്ക് പറ്റും. സജീവൻ, തിരിച്ചു വരാം. ഈ രീതിയിൽ ഞാൻ വീണ്ടും രാജു P. നായരിലേക്ക് വരികയാണ്. താങ്കൾ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നതുകൊണ്ട് ഇക്കാര്യം വേണ്ടത്ര ദൃഢതയോടുകൂടി പറയാൻ കഴിഞ്ഞോ എന്നെനിക്ക് സംശയമുണ്ട്. അത് ദൃഢതയോടുകൂടി പറയുക. വിശ്വാസവിരുദ്ധ രാഷ്ട്രീയ കക്ഷികൾ അവർ ദേവാലയങ്ങളിലേക്ക്, ആരാധനാലയങ്ങളിലേക്ക് വരുന്നതിനെ കോൺഗ്രസ് എതിർക്കുകയാണ്. ആരാധനാലയങ്ങൾ, ദൈവസങ്കല്പങ്ങൾ വിശ്വാസവിരുദ്ധർക്ക് കൂടി അഭയം നൽകുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് ആരാധനയ്ക്ക് വേണ്ടിയോ നടത്തിപ്പിന് വേണ്ടിയോ എത്തുന്നത് ശരിയല്ല എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ ഈ വിശ്വാസവിരുദ്ധ നിലപാടുള്ള രാഷ്ട്രീയ കക്ഷികൾ? ഈ വാദം BJP ഉയർത്തിയിരിക്കുന്ന ഒരു വാദമാണ്. അത് ഏറ്റുപറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എന്നൊരു നിരീക്ഷണം ഈ ചർച്ചയ്ക്കിടെ പുറത്തു വന്നിരിക്കുന്നു. അതിനുകൂടിയുള്ള പ്രതികരണം രാജു P. നായർ. രാജു P. നായർ വീണ്ടും റേഞ്ച് ഔട്ട് ആയിരിക്കുകയാണ്. ക്ഷമിക്കുക, പ്രേക്ഷകർ ക്ഷമിക്കുക, അദ്ദേഹവും ക്ഷമിക്കുക. അദ്ദേഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. KP അനിൽകുമാർ, ഇതാ വിശ്വാസവിരുദ്ധരായിട്ടുള്ള ആളുകൾക്കെതിരെ ആളുകൾ ആരാധനാലയങ്ങളിലേക്ക് വരുന്നു എന്ന BJP വാദം ഇവരാവർത്തിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു രാഷ്ട്രീയമായ അപകടം
എത്രമാത്രമാണ് കോൺഗ്രസിനോട്, താങ്കളുടെ പഴയ രാഷ്ട്രീയ കക്ഷിയോട്, ബന്ധം പിടർത്തിയ ആ രാഷ്ട്രീയ കക്ഷിയോട് ഈ സാഹചര്യത്തിൽ താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? അനിൽകുമാർ. അല്ല, തീർച്ചയായിട്ടും ചന്ദ്രശേഖർ, BJP എടുക്കുന്ന ഒരു സമീപനമാണല്ലോ അടുത്ത കാലത്തായി കോൺഗ്രസ് എല്ലാ മേഖലയിലും എടുത്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ഒരു B ടീം പോലെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനകത്തൊരു ചെറിയൊരു മാറ്റം കണ്ടത് രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും പരാജയത്തിന് ശേഷമാണല്ലോ. അല്ല എങ്കിൽ BJP എന്തു പറയുന്നോ അതിനെ കുറച്ചുകൂടി ഒന്ന് ഷാർപ്പായിട്ട് പറയുന്ന ഒരു നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറി എന്നുള്ളത് വളരെ സത്യസന്ധമായൊരു കാര്യമാണ്. പിന്നെ നേരത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞല്ലോ ഗോവിന്ദ മാസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്. കാരണം ആരാധനാലയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ RSS നടത്തുമ്പോൾ ആ RSSന്റെ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കണം എന്നുള്ളതാണ് CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട്. അങ്ങനെ ആരാധനാലയങ്ങളെ RSSന്റെ കാര്യാലയങ്ങളാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നുള്ളതാണ് CPMന്റെ നിലപാട്. അതിനെതിരെയാണ് CPM നടക്കുന്നത്. അങ്ങനെ തൻ്റെ അടുത്തോടുകൂടി പറയാനുള്ള ചങ്കൂറ്റം കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? കോൺഗ്രസിന് അതുപോലെ പറയാനുള്ള ചങ്കൂറ്റമില്ലല്ലോ. അതാണല്ലോ പല കാര്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അനിൽകുമാർ, തിരിച്ചു വരാം. രാജു പി നായർ, താങ്കൾ നേരത്തെ ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ റേഞ്ച് ഔട്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. വിശ്വാസവിരുദ്ധമായ നിലപാടുള്ള പാർട്ടികൾ ആരാധനാലയത്തിൽ വന്നിരിക്കുന്നു, ആരാധനാലയത്തിൽ അവരുടെ സാന്നിധ്യമുണ്ട് എന്ന നിരീക്ഷണം BJPയുടെ വാദമുഖങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന വിമർശനം ചർച്ചയുടെ ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നു. പ്രതികരിക്കുക. അല്ല, BJPയുടെ ഭാഗത്തിനെതിരെയല്ല. അതിന് ഗോവിന്ദൻ മാഷ് പറഞ്ഞതിനോട് ഒരു ചില കാര്യം മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. കാരണം വിശ്വാസം നടിച്ച് അമ്പലത്തിൽ കയറാൻ വേണ്ടി ചിലർ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. മതനിരാസമാണ് ഞങ്ങളുടെ ആശയം, ദൈവമില്ല അല്ലെങ്കിൽ ഞങ്ങൾ നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞവർ ഇന്ന് അമ്പല കമ്മിറ്റികളിൽ കയറണമെന്ന് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ആ ശ്രമത്തെയും കൂടി നിങ്ങൾ ചെറുക്കണമെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടാവും. വ്യക്തമാണ്. അതാണ് പറഞ്ഞത്. സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ചന്ദ്രശേഖർ, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യണത്? അത് ഞാൻ നിർത്തിയേക്കാം. അങ്ങ് പറയൂ. അങ്ങനെയല്ലോ. എനിക്ക് നിങ്ങൾ എനിക്ക് പറയാൻ സമയം തരാതെ നിങ്ങൾ ഇത്തരത്തിൽ ചർച്ച നടത്തിയിട്ട് എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അത്രയും ചുരുക്കി തന്നെയാണ് പറയുന്നത്. എല്ലാവരും ഇതൊരു ചർച്ചയല്ലേ, എല്ലാവർക്കും ഇടം കൊടുക്കണ്ടേ? താങ്കൾ പറഞ്ഞു തീർക്കൂ, ആ കാര്യം പറഞ്ഞോളൂ. അദ്ദേഹം ആ അവസരം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, അവിടെ ആ പരാമർശം വിശ്വാസവിരുദ്ധ നിലപാടുള്ള പാർട്ടികൾ എന്ന് പറയുന്നത് വിശ്വാസം ഇല്ലാതെ വിശ്വാസം നടിച്ച് ആരാധനാലയത്തിലേക്ക് എത്തുന്ന പാർട്ടികൾക്കെതിരായ പരാമർശമാണ് എന്ന് പറഞ്ഞു. സജീവൻ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് പറയുന്നതിൻ്റെ ഒരു യുക്തി നമ്മൾ ചോദിച്ചു. എന്താണ് ഈ വിശ്വാസ വിരുദ്ധം എന്ന് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പലതരം വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ കൂടോത്രം ഒരു വിശ്വാസമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു സാന്നിധ്യമായിട്ട് വന്നിട്ടുണ്ട്. അത്തരം വിശ്വാസങ്ങൾ കൂടി ഇവർ പറയുന്നതിലുണ്ടോ? മാട്ട്, മാരണം, കൈവിഷം, വശ്യം, ഉച്ചാടനം, അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ടല്ലോ. ഏത് വിശ്വാസമാണ് ഇവർ പറയുന്നത്? ഇത്തരത്തിലുള്ളൊരു വാദം കോൺഗ്രസ് ഉയർത്തുന്നത്, അതേക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ട് ഇപ്പോൾ ഇട്ടിട്ട് പോയി. അതിപ്പോൾ നമുക്ക് നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ആ വാദത്തെക്കുറിച്ച് കോൺഗ്രസ്സുകാരോട്, കോൺഗ്രസിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ ആളുകളോട്, അവരിലെ വിശ്വാസികളോട്, അവരിലും തീർച്ചയായും ഉള്ള അവിശ്വാസികളോട് ഒരു പരിണതപ്രജ്ഞനായ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് സജീവൻ എന്തു പറയാനുണ്ട്? ഒന്നാമത്തേത്, ഈ സർക്കുലറിൽ പറയുന്ന വിശ്വാസ വിരുദ്ധത അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസ വിരുദ്ധത എന്നവർ കൊണ്ട് ഇപ്പം രാജു ഇവിടെ പറഞ്ഞത് കൃത്യമാണ്, CPM-നെതിരെയാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിശ്വാസ വിരുദ്ധത എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് ലെനിനിസത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഭൗതികവാദത്തിന്റെ ഭാഗത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഗോവിന്ദൻ മാഷ് വരെയുള്ള കുറെ കാലം മുമ്പ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം, എല്ലാ വിശ്വാസികൾക്കും ഈ പാർട്ടിയിൽ സ്ഥാനമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് സ്ഥാനമുണ്ട്, വിശ്വസിക്കാതിരിക്കുന്നവർക്കും സ്ഥാനമുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു നയമുണ്ടല്ലോ. ശ്രീനാരായണ ഗുരു വിശ്വാസിയായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ മാത്രമല്ല, തീരെ വിശ്വാസിയല്ലാതെ ദൈവനിഷേധിയായിട്ടുള്ള ആളുകളെ പോലും സ്വന്തം ശിഷ്യന്മാരാക്കിയാണ്. സഹോദരൻ അയ്യപ്പൻ നമുക്കറിയാം. സഹോദരൻ അയ്യപ്പൻ
വിശ്വാസി അല്ലാന്ന് മാത്രമല്ല ദൈവ നിഷേധിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സഹോദരൻ. അപ്പൊ അതേപോലെ ആ നയമാണ് സാധാരണഗതിയിൽ CPM ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ വിശ്വാസികളെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുക? ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്ക് വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത്. അത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് CPIM ആണെങ്കിലും CPI ആണെങ്കിലും അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് എന്റെ വിശ്വാസം കളഞ്ഞു വരണം എന്ന് പറയുന്നത് മൗഢ്യമാണ്. അങ്ങനെയുള്ള മൗഢ്യം ഒരിക്കൽ പോലും ഇവിടെ CPIM കാണിച്ചിട്ടില്ല. അത് വ്യക്തമാക്കുകയാണ്. അത് കുറെ കൂടി ശക്തമായിട്ട് അങ്ങനെ സജീവൻ ഞാൻ തിരിച്ചു വരാം. ഇപ്പൊ സജീവൻ ഇടപെട്ടതുപോലെ തന്നെ 3 അതിഥികളോടും എനിക്ക് ചില ഘട്ടത്തിൽ ഇടപെടേണ്ടി വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ പറയേണ്ട കാര്യങ്ങൾ അവരിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഇടപെടുന്നത്. ഞാൻ അങ്ങനെ അമാന്യമായിട്ട് ഇടപെടുന്ന ഒരു അവതാരകനല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ചർച്ചയിൽ നിന്ന് ആരും ഇറങ്ങിപ്പോയിട്ടില്ല. അദ്ദേഹം ഇറങ്ങിപ്പോയി, അദ്ദേഹം വിട്ടുപോയി എന്ന് ഞാൻ പറഞ്ഞ പരാമർശം പിൻവലിക്കുന്നു. വീണ്ടും ദൃശ്യത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട രാജു പി നായരെ കണ്ടു. അദ്ദേഹം ചർച്ചയിൽ തുടരുന്നു. അതിന് നന്ദിയുണ്ട്. എന്തായാലും ചർച്ചയുടെ ഈ ഖണ്ഡം ഞാൻ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. കോൺഗ്രസിൻ്റെ സർക്കുലറിൽ ഇത്തരത്തിലൊരു പരാമർശമുണ്ട്. അതേക്കുറിച്ച് കോൺഗ്രസ് സംഘടനയുടെ നേതാവായി വന്നിരിക്കുന്ന രാജു പി നായർ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ഒപ്പം തന്നെ അനിൽകുമാർ പറഞ്ഞ അഭിപ്രായവും സജീവൻ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ നിരീക്ഷണവും നിങ്ങൾക്ക് മുന്നിലുണ്ട്. അവതാരകൻ പറഞ്ഞതെല്ലാം മറന്നോളൂ. ജനങ്ങൾ നിങ്ങളുടെ നിലപാടുകളിലേക്ക് എത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി ഒരു 6 മിനിറ്റ് ആണ് നമുക്കുള്ളത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ 6 മിനിറ്റിൻ്റെ 1/3 ഭാഗം ഓരോരുത്തർക്കും എടുക്കാം. അവർ ആ സമയത്തിൽ സ്വയം നിയന്ത്രിച്ച് നിർത്തണം എന്ന് അപേക്ഷിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് ഒരുപാട് വാർത്തകൾ വന്നപ്പോൾ കോൺഗ്രസിനെ ബാധിക്കുന്നതായതുകൊണ്ട് അതേക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് നമ്മൾ നടത്തിയത്. ഈ ചർച്ച ഏതൊക്കെ വഴിയിലൂടെയാണ് പോയത് എന്ന് രാജു പി നായർ താങ്കൾക്കറിയാം. താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് എന്തായിരിക്കും ഈ 6 മിനിറ്റിൻ്റെ 1/3 സമയം കൊണ്ട്? രാജു പി നായർ. ശരി, 2 മിനിറ്റ് അപ്പോൾ ഉണ്ടാവും. നിങ്ങൾ പകുതി സമയം നിങ്ങളുടെ ടെക്നിക്കൽ എററായിരുന്നു. എനിക്ക് സംസാരിക്കാനുള്ളതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞൊറ്റ കാര്യമാണ്, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചർച്ചകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യം നോക്കി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വാർത്ത ചോരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു, സംസ്ഥാന സമിതിയിലും ജില്ലാ സമ്മേളനങ്ങളും നടന്ന വാർത്ത മുഴുവൻ ആരാ ചോർത്തി കൊടുത്തത് പുറത്ത്? CPIയുടെയും CPMന്റെയും മുഴുവൻ സമ്മേളനങ്ങൾ നടന്ന വാർത്ത പുറത്തേക്ക് വന്നല്ലോ. അതെങ്ങനെ എത്തി? എന്നിട്ട് ഈ വാർത്തകൾ മുഴുവൻ വന്നിട്ട് അവിടെയുള്ള സ്വന്തം പാർട്ടി ഓഫീസിന്റെ അഡ്രസ് വെച്ച് കള്ളക്കമ്പനി ഉണ്ടാക്കിയത് ചോദിക്കാൻ പോലും ആർജവമില്ലാത്ത പ്രതിനിധി ഇവിടെ വന്നിരുന്നു കോൺഗ്രസിനെ കുറ്റപ്പെടുത്തരുത്. മനസ്സിലായില്ലേ? പിന്നെ ഇദ്ദേഹം പറയുകയാണ് ഇതിനകത്തിരിക്കുന്നതൊക്കെ കുറെ ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. ആരാ? 3 വർഷം മുമ്പ് ഇദ്ദേഹമാണ് ഒപ്പിട്ട് നിയമിച്ചത്. ഇപ്പൊ മനസ്സിലായില്ല കോൺഗ്രസിനുണ്ടായിരുന്ന ജീർണത എന്തായിരുന്നുള്ളത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാർട്ടിയിൽ അപ്പോയിന്റ്മെന്റ്സ് എഴുതി ഒപ്പിട്ട് നടത്തിയ ആളാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ വന്നിരുന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ടിയിൽ ജീർണത ഉണ്ടാക്കിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ്. ഇവിടുത്തെ ഈ പാർട്ടിക്കകത്ത് ആഭ്യന്തരമായിട്ട് ചർച്ചകൾ നടക്കും, വിമർശനങ്ങൾ നടക്കും. ആ വിമർശനങ്ങളെല്ലാം എഴുന്നേറ്റെന്ന് പറയാൻ ഞങ്ങൾക്ക് ആർജവുണ്ട്. ഞങ്ങൾ ഒളിക്യാമറ വെക്കില്ല. ഞങ്ങൾ PK ശശിയെ പോലെ ഒരു നേതാവിനെതിരെ DYFയുടെ പരാതി കൊടുത്താൽ അതിനെ തീവ്രത കുറഞ്ഞ ആരോപണം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുമ്പോഴും ഞങ്ങൾ മിണ്ടാതിരിക്കില്ല, ഞങ്ങൾ പ്രതികരിക്കും. മനസ്സിലായില്ലേ? ലക്ഷക്കണക്കിന് രൂപ PSC വിറ്റ് പൈസ മേടിച്ചിട്ട് അതിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത, നട്ടലില്ലാത്ത, ആർജവമില്ലാത്തവരല്ല കോൺഗ്രസ്സുകാർ. ഞങ്ങൾ ചോദ്യം ചെയ്യും. ഞങ്ങളുടെ നേതാക്കന്മാർ മുൻപ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യലും വിമർശനങ്ങളും എല്ലാം സംഘടനയ്ക്കകത്ത് ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും ഞങ്ങൾ ജയിച്ചു നിൽക്കുകയാണല്ലോ ഇപ്പൊ. സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഒരു മിനിറ്റിൽ ഈ ചർച്ച ഉപസംഹരിക്കുന്നതിന് വേണ്ടി താങ്കളുടെ നിരീക്ഷണങ്ങൾ പറയുന്ന വാക്കുകൾ എന്താണെന്നെങ്കിലും മനസ്സിലാക്കണം. അല്ല, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ ചർച്ചയുടെ വിഷയമുണ്ടല്ലോ, അതിൽ നിന്ന് രാജു ഉൾപ്പെടെയുള്ള ആളുകൾ മാറിപ്പോവാണല്ലോ. ഇതിലിപ്പോ എന്താണ് പ്രശ്നം? പാർട്ടിക്കകത്ത് ചർച്ച നടത്തിയോ, ഏതെങ്കിലും ഫോറത്തിൽ ചർച്ച നടത്തിയോ എന്നുള്ളതല്ല. മുരളീധരൻ പറഞ്ഞ പോലെ അതെല്ലാം ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പുറത്തേക്ക് ആരൊക്കെ കൊടുത്തു, അത് തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം ഇത് പാർട്ടി രക്ഷപ്പെടില്ല എന്ന് മുരളീധരൻ പറഞ്ഞല്ലോ. അതിനുള്ള മറുപടിയിലേക്ക് ഇപ്പോഴും രാജു പി നായർ
പോയിട്ടില്ല. സജീവൻ, ഒരു അതാണ് ഇനി അദ്ദേഹത്തിന് മറുപടിയിലേക്ക് ക്ഷണിക്കല്ലേ, അതിനുള്ള സമയമില്ല സജീവൻ. ഏതായാലും സജീവൻ എന്റെ അഭിപ്രായങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക. ഞാൻ അനിൽകുമാറിലേക്ക് കൊടുക്കുന്നു. അനിൽകുമാർ, ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് താങ്കൾ കൂടി താങ്കളുടെ അഭിപ്രായങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വെക്കൂ. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. അല്ല ഞാൻ നേരത്തെ രാജു പി നായർ ഒരുപാട് പറഞ്ഞല്ലോ എനിക്കെതിരെയൊക്കെ. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന കാലത്ത് എറണാകുളം DCC പോകുമ്പോൾ BJ പൗലോസാണ് അന്ന് പ്രസിഡന്റ്. അന്ന് അവിടെ ഒരു പയ്യൻ ഫോട്ടോഗ്രാഫറായിട്ട് ഫോട്ടോ എടുക്കാൻ നടക്കുകയായിരുന്നു. അപ്പം ഞാൻ സത്യത്തിൽ ഇയാൾ ഫോട്ടോഗ്രാഫറാണെന്നാണ് ധരിച്ചിരുന്നത്. ഇയാൾ പാർട്ടിക്കാരനൊന്നും, പാർട്ടിയുടെ ഫോട്ടോഗ്രാഫർ. അങ്ങനെ ഫോട്ടോ എടുത്ത് നടന്ന ആള് പിന്നീട് പല മാർഗങ്ങളിലൂടെയൊക്കെ വന്ന് ഞാൻ തന്നെ ഒപ്പിട്ടത്, ഉള്ള കാര്യം പറയാലോ, ഞാൻ തന്നെ ഇയാളെ D സെക്രട്ടറി ഒക്കെ ഒപ്പിട്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ അവിടെ അടിച്ചു വാരുന്നവനും ഫോട്ടോ എടുക്കുന്നവനും ഒക്കെ ഭാരവാഹികളായി വരുന്ന കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് ഇയാള് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ കിടക്കുന്നത്? ഏതായാലും അവസാനിക്കുകയാണ്. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. അനിൽകുമാർ പറഞ്ഞു നിർത്തിക്കോ. ഞാൻ കണ്ടത് ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഫോട്ടോ എടുത്ത് നടന്ന ഒരുത്തൻ നേതാക്കന്മാരെ കിസ പിടിച്ച് നേതാവായി മാറുമ്പോ ഈ നിലവാരം ഉണ്ടാവുള്ളൂ. അതൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഏത് IT സെൽ ഒന്നും ഉണ്ടായിരിക്കണോ? ഇതിനകത്ത് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ഒരു നിലപാടില്ലായിരുന്നു. BJP-ക്കാരന്റെ പിന്നാലെ നടക്കുന്ന ഒരാളുകളായി മാന്യമായ പരാമർശങ്ങൾ ഈ പറയുന്നത്. കോൺഗ്രസിനകത്ത് കാണുന്ന ജനങ്ങൾക്ക് വേണ്ടി അവസാനിപ്പിക്കും. അനിൽകുമാർ, പ്ലീസ് കൺക്ലൂഡ്. പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പൊ ഇതിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്ന് ഒരു വ്യക്തതയോ വ്യക്തിത്വമോ ഇല്ലാത്ത അവസ്ഥയിലേക്ക്, എന്താ പറയാ, നേതാക്കന്മാരുടെ പണ്ടൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു നേതാവും അതിന് ചുറ്റും നിൽക്കുന്ന കുറെ ആളുകളും ശിങ്കിടികളായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയപ്പോ അതിന്റെ പരിണിത ഫലമാണ് ഇതെല്ലാം കാണുന്നത്. വളരെ നന്ദി അനിൽകുമാർ, അതുപോലെ രാജു പി നായർ, A സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കോൺഗ്രസിനെതിരായി വന്ന കുറച്ച് വാർത്തകൾ മുൻനിർത്തി ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. VD സതീശന്റെ മിഷൻ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാനുള്ളതാണ് എന്ന് സതീശൻ പറയുന്നു. എന്നാൽ മിഷൻ 2025 സതീശന് കോൺഗ്രസ് പിടിച്ചെടുക്കാനുള്ളതാണ് എന്ന് സുധാകരനും കൂട്ടരും കരുതുന്നു. സതീശനും സുധാകരനും മുരളീധരനും ചെന്നിത്തലയും സുധീരനും ഒന്നുപോലെ ഏറ്റെടുക്കേണ്ട ഒരു മിഷൻ 2025 ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. മിഷൻ 2025 സോഷ്യൽ എഞ്ചിനീയറിംഗ് പദ്ധതിയിൽ BJP-യുടെ ആശയങ്ങൾ ഒളിച്ചു കടത്തപ്പെട്ടു എന്ന സംശയം കോൺഗ്രസിൻ്റെ പുതിയ സർക്കുലർ നിസ്സംശയം ഉയർത്തുന്നു. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന, വർഗീയതയെ ചെറുക്കുന്ന ഒരു മിഷൻ 2025 കോൺഗ്രസിന് ഉണ്ടാകണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. ആ മിഷൻ 2025 കണ്ടെത്താൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു.